സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഇടതുമുന്നണി പ്രവർത്തകർക്ക് ആവേശകരമായി വണ്ടൂരിൽ ആനിരാജയുടെ തെരഞ്ഞെടുപ്പ് റാലി. വണ്ടൂർ മണൽമൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രം തന്നെ അപകടത്തിലാവുന്ന സാഹചര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അതീവ പ്രാധാന്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യം തന്നെ അട്ടിമറിക്കാനുള്ള ഒട്ടേറെ നടപടികളാണ് BJPയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ നടപടികളിൽ കോൺഗ്രസും പലപ്പോഴും സഹായകമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് കാണാൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നവർ തങ്ങൾ തന്നെ വീണ്ടും വരുമെന്ന് ചിന്തിച്ച ഘട്ടങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. 10 വർഷമായി ഭരണം തുടരുന്ന BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ രാഷ്ട്രം തന്നെ അപകടത്തിലാകുമെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. എതിർക്കുന്നവരെയെല്ലാം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഭരണകൂടമായി കേന്ദ്ര സർക്കാർ മാറി. EDയെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നേരിടുമ്പോഴും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോഴും നിലപാടുകളില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മതത്തെ പൗരത്വത്തിന്റെ അടിസ്ഥാനമാക്കിയത് ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. മൗലികാവകാശങ്ങൾ ഭരിക്കുന്ന ഒരു നിയമവും ഇവിടെ കൊണ്ടുവരാൻ ആർക്കും അധികാരമില്ല. ഇത് നേരത്തെ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഇതിലും കോൺഗ്രസ് കളിച്ച കള്ളക്കളി. ഈ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയ, ലോക്സഭയിലേക്ക് പോയ MP-മാര് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഒരു ശബ്ദം എപ്പോഴും കേൾക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലും കേൾക്കും, പൗരത്വ ഭേദഗതി ഘട്ടത്തിലും കേൾക്കും. ആ ശബ്ദം ഒറ്റപ്പെട്ടതായിരുന്നു. കാരണം അന്ന് ഒറ്റയാളായി പോയി. ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ് ആ ശബ്ദം ശരിയായി കേട്ടിക്കൊണ്ടു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കേരളത്തിന്റെ ഇടതുപക്ഷ പ്രാതിനിധ്യം കുറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സ്ഥാനാർത്ഥി ആനിരാജ വോട്ടഭ്യർത്ഥിച്ച് പ്രസംഗിച്ചു. വണ്ടൂർ മണലിമൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ LDF മണ്ഡലം കമ്മിറ്റി ചെയർമാൻ B. മുഹമ്മദ് റസാഖ് അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും രാജ്യസഭാ MP-യുമായ അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, CPI ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ്, PK സൈനബ, N. കണ്ണൻ, P. തുളസിദാസ് മേനോൻ, LDF മണ്ഡലം കൺവീനർ J. ക്ലീറ്റസ്, നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ PT ഷറഫുദ്ദീൻ, V. അർജുൻ, M. മോഹൻദാസ്, കണ്ണിയൻ അബ്ദുൽ കരീം, ചന്ദ്രൻ നീലാമ്പ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.